അവള് 14 ദിവസം ജയിലിൽ കിടക്കണം, ഇറങ്ങരുതെന്ന് പറഞ്ഞല്ലേ നീ കാശ് കൊടുത്തത്. എന്നിട്ട് നീ തന്നെ വിളിച്ചു പറയുന്നു ജാമ്യം കൊടുക്കാൻ. അതെ, അവള് ജാമ്യം കിട്ടാതെ അകത്ത് കിടന്നാലേ ഈ KGS വീണ്ടും പ്രശ്നമാക്കും. ഋഷിയെ പറഞ്ഞുവിട്ട് അവനെ ഒതുക്കാൻ നോക്കിയിട്ട് നടന്നോ? ഇല്ലല്ലോ. അയാൾ എങ്ങനെയാ നീങ്ങുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോ നമ്മളും കരുതി തന്നെ നീങ്ങണം. ഈ ജാമ്യത്തിന്റെ കാര്യത്തിലെങ്കിലും KGS ജയിച്ചോട്ടെ. അങ്ങനെ അയാൾക്ക് നമ്മളോടുള്ള ശത്രുത കുറഞ്ഞു കുറഞ്ഞു വരണം. അടുത്ത ലക്കത്തിൽ KGS ഈവനിങ്സിൽ അയാൾ നമുക്കെതിരെ എഴുതരുത്. അതുകൊണ്ടാ ആൻസിയെ വിട്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. അപ്പൊ അതാണ് നിന്റെ ബുദ്ധിയല്ലേ? എന്നാലും കാശ് കുറെ പോയില്ലോടി. പ്രേമേന്ദ്രൻ സാറിനല്ലേ അതവിടെ കിടക്കട്ടെ, അഡ്വാൻസ് ആയിട്ട്. ഇനിയും വേണ്ടി വരുമല്ലോ. ആ, ശരിയാ. എന്റെയും നിന്റെയും ജാമ്യത്തിന് വേണ്ടി വരും. അഡ്വാൻസ് കിടക്കട്ടെ. നിങ്ങൾ നാക്കു വളച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ.